കോഴിക്കോട് കടുത്ത പോരാട്ടം നടക്കുന്ന മന്ത്രിമണ്ഡലമാണ് എലത്തൂർ. 80 വയസ്സ് പിന്നിട്ടും LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രന്റെ തുടർച്ചയായി 4-ാം അംഗത്തോട് പാർട്ടിക്കുള്ളിലും വോട്ടർമാർക്കിടയിലും അമർഷമുണ്ട് എന്ന നിലയിൽ ചില പ്രതികരണങ്ങൾ നേരത്തെ ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷം വിട്ടുകൊടുക്കാത്ത എലത്തൂർ മണ്ഡലം ഇത്തവണ പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF ഉള്ളത്. മണ്ഡലത്തിന്റെ തുടക്കം മുതൽ ജനപ്രതിനിധി എന്ന നിലയിലെ സ്വാധീനവും മന്ത്രി കസേരയിലെ പരിചയവും ഭരണ നേട്ടങ്ങളുമൊക്കെ ഭൂരിപക്ഷം കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ. ഏതായാലും 4-ാം അംഗം കുറിച്ച് വിജയത്തിലേറി വരുമ്പോൾ എങ്ങനെയായിരിക്കും തുടർ വികസന പ്രവർത്തനങ്ങളൊക്കെ മണ്ഡലത്തിൽ എന്തൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയായിട്ടുണ്ടോ? പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ട്. കാരണം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു വാക്കിൽ അവസാനിക്കുന്നില്ല. പക്ഷെ കണ്ടിന്യൂയിങ് പ്രോസസ്സ്. ചിഹ്നം മാറിയതുകൊണ്ടൊന്നും ആളുകളെ അഭിപ്രായം മാറുമോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പ്രായം ഒരു പ്രശ്നമാണോ? ആരോഗ്യം പ്രശ്നമാണോ? ആരോഗ്യം ചിലപ്പോൾ പ്രശ്നമാവും. തന്നെയാണല്ലോ ഡോക്ടറും ചികിത്സ ആശുപത്രിയൊക്കെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരോഗ്യ മേഖല വളരെയധികം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്ത് ചികിത്സിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? LDF തുടർഭരണത്തിൽ പിന്നോക്കം നിൽക്കുന്ന തുറമുഖ മേഖലയും തീരദേശ ജനതയുടെ പ്രാദേശിക പ്രശ്നങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടിയാണ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണന്റെ പോരാട്ടം. കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് എലത്തൂർ. പക്ഷേ അത്തരം ഒരു വികസന പദ്ധതികളൊന്നും തന്നെ എലത്തൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ തന്നെ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് പ്രാദേശികമായിട്ട് റോഡുകൾ പോലും എത്താത്ത പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടെ തന്നെ നിങ്ങൾ വീടുകളിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കൂടുന്ന സമയത്ത് എത്ര ദിവസം കഴിയുമ്പോഴാണ് കുടിവെള്ളം ലഭിക്കുന്നതെന്നൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം അതിലെല്ലാം നമുക്കുണ്ടാവും. കുറേ വർഷങ്ങളായി മണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിൽ മോദി പരിഹാരമാർഗം മുന്നോട്ട് വെച്ച് വോട്ട് തേടുകയാണ് NDA സ്ഥാനാർത്ഥി. 10 വർഷം ഭരിച്ച മന്ത്രിയോടാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. NCPയിലെ പടലപ്പിണക്കങ്ങളും AK ശശീന്ദ്രനെതിരായ പ്രാദേശിക വികാരവുമൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് UDF. പിന്മാറാൻ പല ഭാഗത്തുനിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ തരണം ചെയ്ത 4-ാം തവണയും വിജയം ഉറപ്പെന്ന് പറഞ്ഞ് പോരാട്ടം ശക്തമാക്കുകയാണ് AK ശശീന്ദ്രൻ. ജോൺ TKക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.